ഹജ്ജ് സീസണല്ലാത്ത സമയങ്ങളിൽ കോഴിക്കോട്ടെയും കണ്ണൂരിലെയും ഹജ്ജ് കമ്മിറ്റിയുടെ കെട്ടിടങ്ങളും മറ്റു ഭൗതികാസ്തികളും വെറുതെയിടാതെ വിദ്യാർത്ഥികൾക്കുള്ള പരിശീലനം, കോച്ചിംഗ് ക്യാമ്പുകൾ, ഉന്നത വിദ്യാഭ്യാസ പിന്തുണ തുടങ്ങിയ പൊതുസമൂഹത്തിന് പ്രയോജനപ്പെടുന്ന സേവന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്ന കാര്യം പരിശോധിക്കുമെന്നും ഇതിനായി പ്രത്യേക കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും വിദ്യാഭ്യാസ ഹജ്ജ് വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് ട്രെയിനർമാർക്കും സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാർക്കുമായി കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരിപ്പൂർ വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾക്ക് വിലക്കുള്ളതും നിബന്ധനകൾ കാരണവും ഹജ്ജ് തീർത്ഥാടകർ നേരിടുന്ന വലിയ യാത്രാ ചെലവും യാത്രാ പ്രതിസന്ധിയും പരിഹരിക്കാൻ സർക്കാരും ഹജ്ജ് കമ്മിറ്റിയും പരിശ്രമങ്ങൾ നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു. നിലവിൽ കണ്ണൂർ, നെടുമ്പാശ്ശേരി കേന്ദ്രങ്ങൾ വഴി കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നുണ്ടെങ്കിലും കരിപ്പൂരിലെ സർവീസുകൾ പഴയപടിയാക്കാനുള്ള ശ്രമങ്ങൾ തുടരും. ഹജ്ജ് പ്രവർത്തനങ്ങൾ വർഷം മുഴുവൻ നീണ്ടുനിൽക്കുന്ന വ്യവസ്ഥാപിതമായ പ്രക്രിയയാണെന്നും 2026 തീർത്ഥാടകർ തിരികെ എത്തുന്നതിന് മുൻപ് തന്നെ അടുത്ത വർഷത്തേക്കുള്ള നടപടികൾ ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാസ്പോർട്ട് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മുഖേന ഹാജിമാർക്ക് സൗകര്യമൊരുക്കാൻ ശ്രമം നടത്തിയതായും മന്ത്രി പറഞ്ഞു. അതിനുവേണ്ടിയുള്ള പരിശീലനം ആണ് ഇവിടെ നൽകുന്നത്. നമുക്കറിയാം, ഈ പരിസരത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഹജ്ജിന് പോകുന്നത്. ഇതൊരു മുസ്ലിം പോപ്പുലേഷന്റെ കണക്കും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഈ കാലിക്കറ്റ് എയർപോർട്ടിന്റെ പരിസരത്ത്. പക്ഷെ ഇവിടെ എയർപോർട്ടിലെ ചില നിബന്ധനകൾ കാരണം, ചില പ്രശ്നങ്ങൾ കാരണം, വലിയ വിമാനങ്ങളുടെയും മറ്റും സൗകര്യക്കുറവ് കാരണം ഇവിടെ നിന്ന് പോകുന്നതിന് വലിയ സംഖ്യയുടെ ചെലവ് കൂടുതലായിട്ട് ഒരു ഘട്ടത്തിൽ ഒരു ഫ്ലൈറ്റ് പോലും പോകാത്ത സാഹചര്യം. അങ്ങനെ നമ്മുടെ ജനപ്രതിനിധികളും നേതാക്കന്മാരൊക്കെ ഇടപെട്ടു. ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടായി. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷത്തേക്കാൾ കഴിഞ്ഞ വർഷം കുറച്ചുകൂടി ഉണ്ടായി. ഇപ്പോൾ അതിൽ ഇതുവരെ എത്തി. എന്നിരുന്നാലും വലിയ നമ്പറായിട്ടുണ്ട് വന്നു. അപ്പോൾ കോഴിക്കോട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട ആ പ്രതിസന്ധികൾ നമുക്ക് പരിഹാരമുണ്ടാക്കണം. പഴയ രീതിയിലേക്ക് തന്നെ അത് കൊണ്ടുവരാനുള്ള ശ്രമവും നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് നടത്തേണ്ടത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കണ്ണൂരും നെടുമ്പാശ്ശേരിയും ഈ സംവിധാനങ്ങൾ കുറെ കൂടി ശക്തിപ്പെട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ആദ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇങ്ങനെ കോഴിക്കോടിൻ്റെ ആബ്സെൻസിലാണ് രണ്ടിടത്തും ആരംഭിച്ചത്. അതും ഇപ്പം നന്നായിട്ട് നടക്കുന്നത്. അത് നമുക്ക് നിലനിർത്തണം. പിന്നെ ഹജ്ജ് കമ്മിറ്റി ഓഫീസുമായി പരിപാടിയിൽ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അധ്യക്ഷത വഹിച്ചു. MLA-മാരായ TP അഷ്റഫ് അലി, TV ഇബ്രാഹിം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PKC അബ്ദുറഹ്മാൻ, ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ ഉമ്മർ ഫൈസി മുക്കം, അഡ്വക്കേറ്റ് K മൊയ്തീൻകുട്ടി, OV ജൌഫർ, ഷംസുദ്ദീൻ അരിഞ്ചിറ, അബ്ദുറഹ്മാൻ, നൂർ മുഹമ്മദ്, നൂർ ഷാ, അനസ് ഹാജി, അസിസ്റ്റന്റ് സെക്രട്ടറി മുജീബ് റഹ്മാൻ പുത്തലത്ത് എന്നിവർ സംസാരിച്ചു. ഹജ്ജ് ട്രെയിനർമാരും സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാരും സംബന്ധിച്ചു. ഈസ്റ്റ് ലൈവ്, കൊണ്ടോട്ടി.